ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കൊച്ചു വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോ കണ്ട ടൈമിൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതായത് ആ വീഡിയോയിലുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചു പയ്യൻ ഒരു പപ്പടം വെക്കാൻ വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വീട്ടിലുള്ള വ്യക്തി അത് യൂട്യൂബിൽ എടുത്തിടുകയാണ്. അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, AMK മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ. അപ്പോൾ ആ ചാനലിലൂടെ അദ്ദേഹം എന്താ പറയുക, ആ കുട്ടി കച്ചവടം ചെയ്യുന്ന കാര്യങ്ങൾ, ആ കുട്ടിയുടെ വീട്ടിൽ ആരും ഇല്ല, അപ്പോൾ ആ കുട്ടിക്ക് എന്താ പറയുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇട്ട് അതിൽ ആൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നമ്മളവനെ വെറുതെ സഹായിക്കല്ല, അവന് പപ്പടം വെക്കുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ആരെങ്കിലും, അവന് നന്ദു എന്നാണ് അവൻ്റെ പേര്, അപ്പോൾ അവൻ നമ്മുടെ വീട്ടിൽ ആ പപ്പടം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അത് മേടിച്ചിട്ട് അവനെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്ന ഒരു കാര്യം. അവന് അമ്മ മാത്രമേ ഉള്ളൂ, പിന്നെ 2 പെങ്ങന്മാരാണ് ഉള്ളത്, അച്ഛനില്ല, അച്ഛൻ ചെറുപ്പത്തിൽ ഉപേക്ഷിച്ച് പോയതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പയ്യനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പയ്യൻ്റെ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ കുറച്ച് മുന്നേ കൂടി നമ്മൾ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും. അതായത് സ്വന്തം അച്ഛനെയും അമ്മയെയും ലഹരിക്ക് പൈസ കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു മകൻ അടിച്ചു കൊല്ലുകയാണ്. ഇതേപോലെ തന്നെ ഒരു സംഭവം മുത്തശ്ശനെയും മുത്തശ്ശിയെയും അല്ലേ, ആ ഒരു ലഹരിക്ക് പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ കൊച്ചുമക്കൾ എന്താ പറയുക കൊല്ലുന്ന ഒരു സംഭവം. ആ ഒരു നാട്ടിൽ തന്നെയാണ് അവൻ്റെ അമ്മയെയും പെങ്ങന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ ജോലി ചെയ്തിട്ട് അവൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ഒരു സംഭവമാണ് അദ്ദേഹം വീഡിയോ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനെ പൈസ കൊടുത്ത് സഹായിക്കണം എന്നതിലൊരിക്കലും അദ്ദേഹം പറയുന്നില്ല കേട്ടോ. നമ്മൾ അവനെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിൽ നിന്ന് പപ്പടം മേടിച്ച് അവനെ സഹായിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു വീഡിയോക്ക് ശേഷം അത് നല്ല രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ ഈ നന്ദുവിനെ അന്വേഷിച്ചിട്ട് കുറേ ആളുകൾ അന്വേഷിക്കുകയും അതുപോലെ അവൻ്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. കാരണം അവനെന്തെങ്കിലുമൊക്കെ പൈസ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, സഹായിക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. ഇപ്പോൾ പല ആളുകൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പല ആളുകളും എടുത്തിടാറുണ്ട്. അപ്പോൾ അതിന് അടിയിൽ വരുന്ന ഒരു നെഗറ്റീവ് കമൻറ്റാണ്, മിക്ക ആളുകൾ ഇടുന്ന ഒരു നെഗറ്റീവ് കമൻറ്റാണ്, എന്തിനാണ് ഇതൊക്കെ എടുത്ത് വീഡിയോ ഇടുന്നത്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം സഹായിച്ചിട്ട് നിങ്ങൾക്ക് മിണ്ടാതെ പൊക്കൂടെ, മറ്റാളുകളെ എന്തിനാണ് ഇത് അറിയിക്കുന്നത് എന്നുള്ള ഒരു സ്ഥിരം കമൻസ് അതിനിടയിൽ വരാറുണ്ട്. നമ്മൾ മറ്റൊരാളെ എടുത്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പെർമിഷനോട് കൂടിയാണ്, അല്ലാതെ അവർക്ക് ഇഷ്ടമില്ലാതെ അല്ല ഒരിക്കലും അവർ വീഡിയോക്ക് മുന്നിൽ നിർത്തുന്നത്. നമ്മൾ മറ്റൊരാളെ കാണിക്കുമ്പോഴുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് അവരെ കുറച്ച് പൈസ കൊടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു നേരത്തെ ചിലവ് മാത്രമേ ചിലപ്പോൾ നമ്മളെ കൊണ്ട് അവരെ സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് പല സന്മനസ്സുള്ള ആളുകളും അവരെ സഹായിക്കാൻ എത്തും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് പല ആളുകളും അവരെ ഇത്തരത്തിലുള്ള വീഡിയോ ആക്കിയിട്ട് അത് ഇടുന്നത്. അതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ ഈ നന്ദു എന്ന് പറയുന്ന ആ ഒരു പയ്യനെ അന്വേഷിച്ചിട്ട് കുറേ ആളുകൾ അവൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചാനലിലേക്ക് തന്നെ അവനെ വീണ്ടും തപ്പി പിടിച്ച് കൊടുത്തിട്ട് നമുക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ അക്കൗണ്ടും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മൾ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് പൊക്കിക്കൊണ്ട് വരാനും അതുപോലെ തന്നെ ഒറ്റയടിക്ക് ഇല്ലാണ്ടാക്കാനും പറ്റുന്ന ഒരു എന്താ പറയുക ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്താ പറയുക എത്തരത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അല്ലേ. നമ്മൾ മോശം രീതിയിലാണോ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് നല്ല രീതിക്കാണോ എന്ന് തീരുമാനിക്കേണ്ടത് കൂടി നമ്മൾ തന്നെയാണ്. അതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും നന്ദുവിനെ പറ്റിയിട്ട് അദ്ദേഹം ഇട്ട ഒരു വീഡിയോ എന്തായാലും വൈറലായിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ആളുകളുടെ സന്മനസ് കാരണം അവന് ഒരുപാട് എന്താ പറയുക ഒരുപാട് സഹായങ്ങൾ അവന് കിട്ടിയിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം, നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാൻ ഒരിക്കലും പിന്നോട്ട് നിൽക്കുന്ന ആളുകളല്ല. നമുക്കറിയാം, എന്തൊരു പ്രശ്നമായാലും മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്ത മലയാളികൾക്ക് അന്നും ഇന്നും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും ഒരു കൂട്ടായ്മയായിട്ട് എല്ലാ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് അതൊക്കെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഒരു കൊച്ചു പയ്യൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അതുകൂടാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവനെ സഹായിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും അവനെ സഹായിക്കാം. ഒരിക്കലും നമ്മൾ ആരെയും എന്താ പറയുക നിർബന്ധിക്കല്ല അല്ലേ. നമ്മൾ ഇന്നൊരാളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ സന്മനസ്സുണ്ടെങ്കിൽ മാത്രം അവനെ സഹായിക്കുക. കാരണം ഒരു കൊച്ചു പയ്യനാണ്, അവൻ്റെ കുടുംബം നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവനാണ്.